പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയതിലൂടെ CPM-ന്റെ ക്രിമിനൽ മുഖം വീണ്ടും തെളിഞ്ഞിരിക്കുകയാണെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ ബാബുവിനെ ബ്രാഞ്ച് സെക്രട്ടറിയാക്കിയതിലൂടെ ക്രിമിനലുകൾക്ക് പാർട്ടി സംരക്ഷണം നൽകുമെന്ന സന്ദേശമാണ് CPM നൽകുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി. മുളിയാത്തോട് സ്വദേശി ഷെറിൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ ഇവരിൽ ആർക്കും CPM-മായി ബന്ധമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം പറഞ്ഞതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഞങ്ങൾ ഈ സ്ഫോടനം നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഇതിനകത്ത് CPM-ന് പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമായി. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിൽ തന്നെ, ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ തന്നെ പോലീസ് കൃത്യമായി പറയുന്നുണ്ട്, ഈ അമൽ ബാബു ആണ് ഈ മറ്റ് സാധനങ്ങൾ, അവിടെ ബാക്കി വന്ന സാധന സാമഗ്രികൾ മാറ്റിവെച്ചത് അമൽ ബാബു ആണ് എന്ന് പറയുന്നുണ്ട്. ഈ കേസിന്റെ ഒരു പ്രത്യേകത, ഒരാൾ മരിച്ചു, അത് മാത്രമല്ല 2-3 പേർക്ക് ഗുരുതരമായ പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരവിടെ ഉണ്ട്, അവിടെ വലിയ വേലി കെട്ടി അവിടെ വേറെ ആരും കയറാത്ത രീതിയിൽ ആദ്യം തന്നെ പോലീസ് അവിടെ ഒരുക്കി. എന്തിനാണ് ഒരുക്കിയത്? അവിടെയുള്ള മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തു. അത് മാറ്റിയത് ഈ അമൽ ബാബുവാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് പോലീസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഈ അമൽ ബാബു ഇവിടെ CPM-ന്റെ സമ്മേളനം നടന്ന സമയത്ത് വോളണ്ടിയറായിട്ട് അദ്ദേഹമുണ്ട്. ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞതാണ്, അമൽ ബാബുവും ഉൾപ്പെടെയുള്ള CPM-ന്റെ 15 പേര് അതിനകത്ത് പ്രതികളായിട്ടുണ്ട്. അവരൊക്കെ തന്നെ CPM-ന്റെ അറിയപ്പെടുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ CPM ചെയ്തിരിക്കുന്നത്, ആ ക്രിമിനൽ ആയിട്ടുള്ള ആളെ മീത്തല കുന്നോത്തുപറമ്പിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരും ഒക്കെ തന്നെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അന്ന് തന്നെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയവരെ കൊണ്ടുപോയി. അതിനുശേഷം അവർ തിരിച്ചു കൊണ്ടുവന്ന്, ഈ കൊണ്ടുപോയത് CPM-ന്റെ ലീഡർഷിപ്പാണ്, തിരിച്ചു കൊണ്ടുവന്ന് അവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിലാണ് അവരെ പിന്നീടുള്ള ട്രീറ്റ്മെന്റ് നടത്തിയത്. അന്ന് തന്നെ ഇത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു, CPM-ആണ് ഇവരെപ്പോഴും. അതുപോലെ തന്നെ മരണാനന്തര ചടക്കുകളിൽ CPM-ന്റെ നേതാക്കന്മാരാണ് പോയിരിക്കുന്നത്. ഇതെല്ലായിടത്തും CPM ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കൊല ചെയ്യപ്പെട്ടാൽ അത് CPM അല്ല, ബോംബ് സ്ഫോടനം നടന്നാൽ അവിടെ കൊല ചെയ്യപ്പെട്ട ആൾ മരണപ്പെട്ട ആൾ CPM അല്ല, അതുപോലെ കൈകാല് നഷ്ടപ്പെട്ട ആൾ CPM അല്ല. പക്ഷേ എല്ലാം കഴിയുമ്പോൾ അവസാനം അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഫോടനം നടന്ന സമയം നിങ്ങൾ ആലോചിക്കണം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പാനൂരും പ്രദേശങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം ഉണ്ടാകുന്നു. ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇവിടെ നമുക്കറിയാം, പുല്ലിയോട് 2 പേര് മരിച്ചു. 2 പേരുടെ കൈ നഷ്ടപ്പെട്ടു ബോംബ് സ്ഫോടനത്തിൽ. ഇപ്പം കൈ നഷ്ടപ്പെട്ടിട്ടാണ് അവരുള്ളത്. അതുപോലെ തന്നെ നമ്മളെ ഈ എരഞ്ഞോളി പഞ്ചായത്തിന്റെ തൊട്ടടുത്തുള്ള പ്രദേശമായ കടുക്കളത്ത് ഒരു പ്രായമുള്ള വേലായുധൻ, 85 വയസ്സുള്ള വേലായുധനോട് മരണപ്പെട്ടു. ഇങ്ങനെ നിരവധി സംഭവങ്ങളാണ് പാനൂരിന്റെയും ആ പ്രദേശങ്ങളിലുമൊക്കെ നടക്കുന്നത്. എത്ര പേരാണ് ഈ സാധനങ്ങൾ പറക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി, ആക്രി സാധനങ്ങൾ പറക്കാൻ വേണ്ടി പോകുന്നവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ നാട്ടിൽ. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിയെടുക്കുന്നവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെയൊക്കെ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. ഇപ്പൊ ഇങ്ങനെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി CPM നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പറഞ്ഞാൽ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സാധനങ്ങളൊക്കെ തന്നെ CPM-ന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുകയാണ്. അപ്പോൾ ഇതിനകത്തൊന്നും CPM പിന്തിരിയണം. അതുപോലെ തന്നെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ജയിലിൽ കോടതി വിധി വന്നു, ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടു, ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ സ്വീകരണം ഒരുക്കുന്നു. ഏതെല്ലാം കേസിലാണ്? ഇവിടെ BJP-യുടെ രാജ്യസഭ MP ആയി വന്ന അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് രാജ്യസഭ MP ആയത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അത് വേറെ വശം. പക്ഷേ ഞാനിത് പറയുന്നത്, ഈ പ്രതികളായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ട് ജയിലിലേക്ക് വരുന്നവർക്ക് സ്വീകരണം ഒരുക്കുന്ന ഒരു സമീപനം. അതുപോലെ തന്നെ മുഴപ്പിലങ്ങാട് ഈ കഴിഞ്ഞ ദിവസം നടന്നു, അവിടെ പ്രതികളായ BJP-കാരനെ കൊല ചെയ്തെത്തുന്നവർക്ക് അവിടെ ജയിലിലെത്തുന്ന സ്വീകരണം.
ഇങ്ങനെ ഈ സ്വീകരണം കൊടുക്കാൻ വേണ്ടി പോകുന്നതും ഒക്കെ ആ ജയിലിലെ അഡ്വൈസറി ബോർഡിന് മെമ്പറായിട്ടുള്ള ഉപദേശ സമിതി മെമ്പറായിട്ടുള്ളവരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത കൂടുകയാണ്. ഇതാണ് നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജയിലിൽ കൊടുക്കുന്ന സുഖ സൗകര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കണ്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തത് മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള പോലീസ് മർദ്ദനം, അതുപോലെ ഇത്തരത്തിലുള്ള സ്ഫോടനം, ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് അത്ഭുതകരമായ, വളരെ നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ നടന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സത്യത്തിൽ വന്നിരിക്കുന്നത് തിരിച്ചാണ്. അതായത് ഈ പറയുന്ന പോലെ ബോംബ് നിർമ്മിച്ചത് ആരാണ്, അവർക്ക് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് പഠിക്കാൻ എല്ലാ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ശുദ്ധ അസംബന്ധം എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചതാണ്. കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല, പിന്നീട് അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാല് അതിനകത്ത് ക്ലച്ച് പിടിക്കുകയുള്ളൂ, ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാവും. കാരണം CPM-ന് ഒരു സ്വഭാവം ഉണ്ടല്ലോ, പറഞ്ഞു ധരിപ്പിക്കല്. പക്ഷെ അത് പാളിപ്പോയി. പിറ്റേ ദിവസം തന്നെ ശ്രീമതി ടീച്ചറെ ആദരിക്കുന്ന ഒരു പടം വന്നു. ശ്രീമതി ടീച്ചറെ ആദരിക്കാം, അദ്ദേഹം എന്തോ പ്രൈസോ മറ്റേ കിട്ടിയതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ആദരിക്കുന്നതിന്റെ ഒപ്പം നിൽക്കുന്നവര് കണ്ണപുരത്തെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരാണ്. അവിടുത്തെ കണ്ണപുരം ബാങ്കിന്റെ പ്രസിഡന്റാണ്, കണ്ണപുരത്തെ CPM-ന്റെ നേതാവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് CPM-ന്റെ സെന്ററാണ് ഈ ബോംബ് നിർമ്മാണം നടന്ന പ്രദേശമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ കോൺഗ്രസ്സുകാരില്ലാത്തൊരു പ്രദേശമാണ്. CPM-ന്റെ സെന്റർ ആയിട്ടുള്ള ആ പ്രദേശത്ത് ധൈര്യപൂർവ്വം പോയി ഇത്തരം ഒരാള് ബോംബ് നിർമ്മിക്കണമെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ്? അത് മാത്രമല്ലോ, CPM-ന്റെ നേതാവ് എന്താണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്? അത് ബോംബ് നിർമ്മാണമല്ല, പടക്കമാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി, ഗുണ്ടാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി എന്തിനാണ് CPM-ന് നേതാക്കന്മാർ ഇത്ര വെക്കുന്നത്? അതിൽ നിന്ന് തന്നെ ഈ ബോംബ് ഞങ്ങൾ പറയുന്നു അത് ബോംബാണെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് നിർമ്മിക്കാൻ അതിൽ പിന്നെ പ്രവർത്തിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് CPM-കാർക്ക് പറയാൻ കഴിയില്ലല്ലോ. മാറ്റാൻ വേണ്ടി ആരോപണങ്ങൾ ഓരോ അന്വേഷണം പോലീസ് അന്വേഷണങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. നിങ്ങള് അന്ന് ആ പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് മാധ്യമങ്ങൾ അവിടെയുണ്ട്. നിങ്ങൾ പഴയ ആ ചിത്രം എടുത്ത് നോക്കണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു വേലി കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇതെന്താണ്? ഇങ്ങോട്ട് വരില്ല, ഇവിടെ എല്ലാം പ്രശ്നമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ വേറെ ആളുണ്ടല്ലോ, അവിടെ എടുത്ത ആള് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റാൻ വേണ്ടി അവിടെ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ്. എന്ത് തോന്നിവാസമാണ് അന്ന് അവിടെ പോലീസ് നടത്തിയത്? അത് ഞങ്ങളവിടെ പ്രശ്നമാക്കിയിട്ടാണ് ഞങ്ങൾ ഉള്ളിൽ കയറുന്നത്. അതിനു മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ബോംബ് നിർമ്മിക്കാനുണ്ടായ സാധന സാമഗ്രികളും CPM-ന്റേതായിട്ട് രേഖപ്പെടുത്തുന്ന മറ്റ് സാധന സാമഗ്രികളും ഒക്കെ അവിടുന്ന് മാറ്റി. അപ്പോൾ ഈ ജില്ലയിലെ പോലീസ് നേതൃത്വം CPM-ന് എന്ത് തോന്നിവാസവും ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നു എന്നാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത്തരം ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ CPM-ന് സാധിക്കില്ല. അവര് തന്നെയാണല്ലോ ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ അവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റൂ? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഏതെങ്കിലും ഒരു CPM-ന്റെ നേതാവിന് ഈ ക്രിമിനലിനെതിരെ എന്തെങ്കിലും ഒന്ന് പറയാൻ CPM-ന് ഏത് നേതൃത്വത്തിനാ സാധിക്കുക? ഒന്ന് പറഞ്ഞു നോക്കട്ടെ. പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും. കാരണം അവരുടെ CPM നേതൃത്വത്തിന്റെ മുഴുവൻ കള്ളക്കളികളും ഈ ക്രിമിനലുകൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണല്ലോ പോയി സ്വീകരിക്കുന്നത്. സ്വീകരിക്കാന് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും CPM-ന്റെ നേതാക്കന്മാരും ജയിലിന്റെ പരിസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ കാണാം എന്താണ് സംഭവിക്കുന്നത്. അവന്റെ വീട്ടിൽ മര്യാദക്ക് CPM-ന്റെ ഒരു നേതാവിനും മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. കാരണം അവൻ പറഞ്ഞു വിട്ടിട്ടാണ്
അല്ലെങ്കിൽ അവന്റെ പേരിൽ മറ്റുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ ക്രിമിനലുകൾക്ക് അറിയാം. അതുകൊണ്ട് CPM-ന്റെ നേതാക്കന്മാർ ഇത്തരം ക്രിമിനലുകൾ ജയിലിലേക്ക് പോകുമ്പോൾ അവരെ സ്വീകരിക്കാൻ ജയിൽ പരിസരത്ത് ഉണ്ടാകും. അത് ജയിൽ ഉപദേശക സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ അവരോട് പോകും. മറ്റൊരു കാര്യം, മാടായിപ്പാറയിൽ കഴിഞ്ഞ ഞായറാഴ്ച ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഐക്യദാർഢ്യ റാലി പിന്നാലെ BJP-യുടെ ഒരു പ്രതിഷേധവും അവിടെ ഉണ്ടായി. അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സത്യത്തിൽ നമ്മൾ ഒരു ഓണത്തിന്റെ കാലഘട്ടമാണ്, മതസൗഹാർദ്ദത്തിന്റെ കാലഘട്ടമാണ്. ഇനി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നവീദിന റാലി നടക്കുന്ന ആ സമയത്ത് തന്നെ അവിടെ നമ്മളെ ബലി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒന്നിച്ചു നടത്തിയ അതിമനോഹരമായ കാഴ്ച നമ്മൾ കണ്ടു. ആ ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിന്റെ പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാട്. മതസൗഹാർദ്ദപരമായ ഒന്നിച്ച് ഒറ്റക്കെട്ടായി, അതിനകത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ മറ്റ് ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോകുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു സംസ്കാരം. അതിന് വിരുദ്ധമായ ഒരു രീതിയിലുള്ള ഇടപെടലുകളും ആരുടെ ഭാഗത്തുനിന്നും ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ചെറിയ ഒരു വിഷയത്തിൽ തുടങ്ങി അത് വലിയൊരു വിഷയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിന് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്.